വരെ കലാസ്നേഹികളെ, യാഷ് രാജ് അവരുടെ സ്പൈ കുടുംബശ്രീ യൂണിവേഴ്സിലെ ഏറ്റവും അപരാധമായി ഇറങ്ങിയ അവസാനത്തെ ചിത്രമാണ് വാർ 2. തത്സമയം നിങ്ങൾ ഇനി കാണാൻ പോകുന്നതും ദിദേ സിനിമയുടെ വർക്കലാണ്. വിത്തൗട്ട് എനി ഡ്യൂ നമുക്ക് ആരംഭിക്കാം. കഥ ആരംഭിക്കുമ്പോൾ അങ്ങ് ജപ്പാനിലെ ഹിമാലയത്തിൽ ചായയും കുടിച്ചിരിക്കുന്ന മുത്തച്ഛന്റെ മുന്നിലേക്ക് നമ്മുടെ നായകൻ വരുന്നതാണ്. പുള്ളി വലിയ ഗാങ്സ്റ്റർ ആണ്, യക്കൂസ മെമ്പറൊക്കെയാണ്. പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വലിയ ചെന്നായിയും കൂടിയുണ്ട്. ആര് വന്നാലും കടിച്ച് ഉടലേത് അരിയത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം എന്നാണ് ചെന്നായരുടെ അണ്ണൻ പറഞ്ഞേക്കണം. ബട്ട് ഗൈസ്, അവിടേക്ക് അതാ നമ്മുടെ പച്ച കണ്ണുമായി ഗ്രീക്ക് ഗോഡിന്റെ എൻട്രി. കടിച്ചു കൊല്ലാൻ വന്ന ചെന്നായി അവനെ കണ്ടത് അപ്പോഴേ അങ്ങ് മെരുങ്ങി. പുലിമുരുകം പട്ടികളെ മെരിക്കണ കണക്ക്. ഹൃത്തിക്കും ചെന്നായും പണ്ട് 10ാം ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചേടാ. അല്ല, കണ്ടപ്പോ തന്നെ പട്ടി അങ്ങ് വഴങ്ങി. സോ ഗൈസ്, നമ്മുടെ റോഷൻ സാർ ഇപ്പോ ഇന്ത്യൻ സീക്രട്ട് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. ഗവൺമെന്റ് ശമ്പളം കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അങ്ങേര് ഇപ്പോ വെളിയിലുള്ള പ്രൈവറ്റ് ടീമുകൾക്ക് വേണ്ടി ആളെ കൊല്ലം നടക്കുകയാണ്. അങ്ങനെ ഒരു മിഷനിലാണ് ഇങ്ങനെ കൊല്ലം ഇവിടെ എത്തിയത്. ആ വാള് വെച്ച് വെട്ടുന്നതിന്റെ മുഖം നോക്കി അഴം കണ്ടിച്ച പോലും മുറിയത്തൊരു വാള് വെട്ടാണ് വന്നേക്കണമെന്ന് അവന് തന്നെ അറിയാം. സത്യത്തിൽ ഈ ജപ്പാനിലുള്ള എല്ലാവരും സമുറായികളാണ്. തോക്കൊക്കെ ഉണ്ടായാലും അവന്മാർ ഇപ്പോഴും വാളം കൊണ്ട് നടക്കുള്ളൂ. ഇവിടെ ഇപ്പൊ ലേസർ വിട്ട് ആളെ കൊല്ലാൻ തോക്കോരുണ്ടെങ്കിൽ ഈ ജപ്പനീസ് മൊണ്ണുകളെല്ലാം കൂടി ഒരു കല്ല് കൊടുത്ത് പിച്ചാത്തിരിയാവി ഇരിക്കുകയാണ് ആൾക്കാരെ കൊല്ലാനായിട്ട്. മണ്ടമാരി. ഒരു ഡെസ്ക് സൈഡിൽ കൂടെ തെറിച്ച് പോയിന് ഇങ്ങേരെന്തിനീ മുഖത്ത് ലുക്ക് പിടിച്ച് വെച്ചേക്കണേ എന്തോ. ഇവിടെ കിടന്ന് ഇത്ര നേരം വാൾപ്പയറ്റ് കഴിഞ്ഞിട്ട് അത് പോരാഞ്ഞിട്ട് വലിയ ഹെലികോപ്റ്റർ കയറി രക്ഷപ്പെടാൻ പോകുമ്പോഴത്തേക്കുമേ ബാറ്റ്മാൻ തൂങ്ങിയാടുന്നൊരു സാധനം അടിച്ചു മാറ്റി അതിട്ട് ഹെലികോപ്റ്ററിൽ കൊരുത്ത് തൂങ്ങിയാടി രക്ഷപ്പെടാൻ പോയ ജപ്പാൻകാരനെ വലിച്ച് താഴെ ഇട്ട് ഒരു മതിൽ കയറിയിരുന്ന 5 മിനിറ്റ് വിശ്രമിച്ചിട്ട് തൊട്ട് അടുത്ത ഫ്ലൈറ്റിൽ അങ്ങ് ജർമ്മനിക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഒരു മാറുമറക്കൽ ആക്ടിവിസ്റ്റ് അമ്മൂമ്മ നിനക്ക് ഒരു അടുത്ത മിഷൻ ഉണ്ട്, ഉടനെ തന്നെ അത് നീ ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണാടി കൂട്ട് കയറ്റിട്ട് ഫാക്ടം ബൂസ് അടിച്ച് മയക്കും അങ്ങനെ. അയ്യോ, പുകഞ്ഞിഞ്ഞ് ഹൽക്കാട്ടെല്ലാം തിരിച്ചിറങ്ങി വരണാന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ കൈ വെക്കണണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ജാക്കിനെ റോസിനെയാണ്. ബോധം വീണ് കണ്ണു ഉറക്കുമ്പോഴത്തേക്കും നമ്മളെ ഋതിക് റോഷൻ കാണുന്നത് വണ്ടർലാൻഡിലെ ലേസർ ഷോ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കിടിലങ്ങളാണ്. ഓരോ രാജ്യത്ത് നിന്നും ഇവർക്കാണ് ഈ ആൾക്കാരെല്ലാം കൊല്ലേണ്ട ആവശ്യം. എന്നിട്ട് ലോകം മൊത്തം കീഴടക്കുക എന്നതാണ് ഇവരുടെ ദുരൂഹരമായ ലക്ഷ്യം. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ഏജന്റാണ് നമ്മുടെ ഈ അണ്ണൻ. ഭയങ്കര കില്ലാടിയൊക്കെ ആണല്ലോ. പൈസ വാങ്ങിച്ചാൽ അണ്ണൻ ആരെയും കൊല്ലും. അങ്ങനെ അണ്ണനെ അടുത്തൊരു മിഷൻ കൊടുക്കുകയാണ് ആരെ തട്ടണമെന്ന്. അത് മറ്റാരുമല്ല ഗൈസ്, ഇന്ത്യൻ ഇന്റലിജൻസിന്റെ സൈബർ വിംഗ് കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. സോറി ഗൈസ്, ഞാൻ വഴിമാറിപ്പോയി. ഇങ്ങനെയാണ് കൊല്ലാൻ വേണ്ടി അടുത്തതായിട്ട് ഏൽപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാളാണ് നമ്മൾ ഹൃതിക് റോഷനെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് ഇന്ന് കാണുന്ന ഹൃതിക് റോഷനെ ഇന്ന് കാണുന്ന കബീറാക്കി മാറ്റിയത്. അതായത് ഒരു അച്ഛന്റെ സ്ഥാനമാണ്. അയാളെ കൊല്ലാനാണ് അവർ ഏൽപ്പിക്കുന്നത്. മനസ്സിൽ ഒരു ലോഡ് കുണ്ഠിതം കൊണ്ടാണെങ്കിലും അദ്ദേഹം ആ പണി അങ്ങ് ചെയ്തു തീർക്കുകയാണ്. അയാളെ തട്ടി ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കൊടുത്ത് തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷനിലെ അവരുടെ ഒളിസംഖ്യത്തിൽ എത്തുകയാണ് നമ്മുടെ കരൺ. അവിടെയും അത് ലേസർ ഷോ നടക്കുകയാണ്. അപ്പോഴത് ആ ലേസർ ഷോയ്ക്കിടയിലൂടെ നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന വില്ലൻ വരികയാണ്. അയാളെ വന്നിട്ട് പറയും, നിനക്ക് അടുത്തൊരു മിഷൻ ഇതാ ഉടനെ തന്നെ ഞാൻ തരുന്നുണ്ട്. അപ്പൊ ഋതിക് റോഷൻ ചോദിക്കുക, തിരുമ്പ പണിയിറഞ്ഞ എന്തൊക്കെ ഒപ്പിന്ന ഭൂത. നമ്മുടെ കബീർ നേരത്തെ കൊന്ന ആ പട്ടാളക്കാരന്റെ വീട്ടിൽ ഫ്യൂണറൽ നടക്കുകയാണ്. ഇയാരെയാണ് അദ്ദേഹത്തിന്റെ മകൾ. പിന്നെ നമ്മുടെ അനിൽ കപൂറും ഉണ്ട് കേട്ടോ. പുള്ളി ഇതിലെ ഒരു എന്താണെന്ന് വെച്ചാൽ മാസ് കാണിക്കാൻ വേണ്ടി ഒരാൾ, അത് തന്നെ. അവരൊരു തീരുമാനം അവിടെ വെച്ചങ്ങ് എടുക്കുകയാണ്. ആരാണ് ഇദ്ദേഹത്തെ കൊന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇറക്കാൻ പോകുന്നത് ആരെയാണെന്ന് അറിയാമോ? ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഋതിക് റോഷനാണ്. ഇങ്ങ് ബോളിവുഡിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. അപ്പം മിനിമം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ജൂനിയർ എൻഡിആറിനെങ്കിലും കൊണ്ടുവരണം. അല്ലെങ്കിൽ റോഷന്റെ കൂടെ ഡാൻസ് കളിച്ച് പിടിച്ചിക്കാൻ പറ്റൂലേ. അത് പറഞ്ഞതും നമ്മുടെ എൻഡിആറിന്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഒരു പട്ടത്തിൽ തൂങ്ങി വരെയാണ് ഇങ്ങനെ. അതും മേഘങ്ങൾക്ക് ഇടയിലൂടെ ഇടിയും മിന്നലുള്ള സമയത്ത്. ഇത്രയും കൊടൂര കാറ്റടിച്ചിട്ട് ആ തലയിലെ മുടിയൊന്നും അനങ്ങണ പോലും ഇല്ല. കണ്ണൊന്നും ഇമ പോലും വിട്ടുന്നില്ലെന്ന്. പുള്ളി ആകാശത്തോടെ നേരെ ഒന്ന് ചാടി ഒരു ഷിപ്പിൽ ലാൻഡ് ചെയ്യും. എന്നിട്ട് ടെർമിനേറ്ററിലെ അർണോൾഡ് തുണിയില്ല നിന്നണക്ക് നിൽക്കും. 6 പാക്ക് മാർക്കറിട്ട് രേഖപ്പെടുത്തി വെച്ചേക്കും. സംഭവം കുറച്ച് ഇന്ത്യൻ ഓഫീസർമാരെ നീഗ്രോകൾ പിടിച്ചു വെച്ചേക്കാണ്. എന്റെ 2 കയ്യിൽ മുന്തിരി കൊലയായിട്ട് വന്ന് ഓരോരോ മുന്തിരിയായിട്ട് പറക്കി എറിയും. അത് വീണയുടെ ഉഗ്ര സ്ഫോടനത്തോട് പൊട്ടിത്തെറിക്കും. ഇത്രയും നേരം നിങ്ങൾ കണ്ട അവരതൊന്നും പോരാഞ്ഞിട്ട് തറയിലൊക്കെ മൈൻ ഇങ്ങനെ വെച്ചേക്കുവാണേ. അപ്പൊ ഈ സ്റ്റീല് ബോൾ ഉരുട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ കാറ് പോയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓവർ ദ ടോപ്പ് എന്നൊക്കെ പറയാം, ലോജിക് ഇല്ലായ്മയും വിശ്വസിക്കാം. എന്നാലും തിയേറ്ററിൽ നിന്ന് കണ്ടവര് നെഞ്ചത്ത് കൈവച്ചു പോയി കാണും. അതിനുശേഷം നമ്മുടെ കിയാരയും എൻഡിയറും കൂടി തൊട്ടടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഇറ്റലിയിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്, നമ്മുടെ ഋതിക് റോഷൻ അവിടെ ഉണ്ടെന്ന് അറിയാണ്. ഋതിക് റോഷനാണ് ഇവളുടെ അച്ഛനെ കൊന്നെന്ന് അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും തൂക്കണം. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ അവര് നേരെ ഇറ്റലിയിൽ വരികയാണ്. കിയാരയ്ക്ക് ഋതിക് റോഷൻ തമ്മിൽ ഒരു പ്രേമ സ്റ്റോറി
കൊണ്ട് കേറെ തോക്ക് ചൂണ്ടിട്ട് പറയും എന്റെ അച്ഛനെ കൊന്ന നീ എന്നടാ. സോറി മോളെ, നിന്റെ തന്തനെ ഞാൻ തന്നെ സുട്ടുകൊന്ന. അയ്യോ. പിന്നെ അവിടെ ഒരു കാർ ചേസ് സീനുണ്ട് ഗൈസ്. ഒരു മിനി കൂപ്പറും ഹമ്മറും തമ്മിലുള്ള സീൻ. എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മിഷൻ ഇമ്പോസിബിൾ 7 ഒരു കാർ ചേസ് സീനാണ്. ഇവര് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഹോളിവുഡിൽ നിന്ന് കുറെ സീനുകളിലൂടെ ചൂണ്ടിയിട്ട് അതേ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചേക്കാണ്. റെഡ് മിനി കൂപ്പറിൽ ഗ്രീക്ക് ഗോഡ് ഋതിക് റോഷനും ഹമ്മറിനകത്ത് നമ്മുടെ ഗാലക്സി സ്റ്റാർ വിനു മോഹനും അല്ല എന്റെ ഇതൊന്നും അല്ല ഗൈസ് കടുപ്പ്. ആ മിനി കൂപ്പറും കൊണ്ട് ഈ ഹമ്മറിനെ ഇടിച്ച് മലത്താണ് ഋതിക് റോഷൻ. എടാ ഹമ്മറും മിനി കൂപ്പറും തമ്മിൽ ആനയാടും തമ്മിലുള്ള വലിപ്പമുണ്ട്. ആ മിനി കൂപ്പർ വെച്ച് എങ്ങനെയാ ഹമ്മർ ഇടിച്ച് മലത്തണം. എവ അതിനകത്ത് കുത്തിയിരുന്നാടാ ഓടിച്ചത്. ഇത്ര ഈസി ആയിട്ട് ഇതിങ്ങനെ ഇറങ്ങി പറഞ്ഞ അതിനകത്തുനിന്ന് കയ്യിൽ തോക്കുണ്ടാ. ഇത്രയൊന്നും ചെയ്തിട്ട് ത്രില്ല് പോരാന്നും പറഞ്ഞു ഋതിക് റോഷൻ താഴെ 200-250 കിലോമീറ്ററിൽ സ്പീഡിന് പോണ ട്രെയിനിന്റെ മുകളിൽ ഈ മിനി കൂപ്പറോട്ടങ്ങ് ചാടയാണ്. ഞാൻ അവിടെ വണ്ടി പോലെ നിൽക്കുമ്പോ നീ ഒറ്റയ്ക്ക് മാസ് കാണിക്കണ്ടെന്ന് വെച്ച് കാറും കൊണ്ട് ട്രെയിനിൽ ചാടിയപ്പോഴത്തേക്ക് വണ്ടിക്കതിരുന്ന കൊച്ചു തെറിച്ചു പോയപ്പോ എന്റെ വന്ന് രക്ഷിക്കും. എന്നിട്ട് തൊട്ടടുത്തൊരു സീനിൽ ഇതാണ്ട് ഇതാണ് കാണണം. ഇത് കണ്ട് ലോജിക്ക് മറന്നു പോയിട്ട് സീറ്റിൽ തന്നെ മൂത്രമൊഴിച്ച് വെച്ച് കാണും ആൾക്കാരൊക്കെ. സംഭവം ഇതൊക്കെ ഗ്രീൻ സ്ക്രീൻ ആണെങ്കിൽ നല്ല കൺവിൻസ് ആയി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോട്ട് ഞാൻ നോക്കുമ്പോഴേ 250-300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനിന്റെ മോളിൽ കൂടെ എന്റെ സ്ലോ മോഷനിൽ ഓടണ്. എന്തായാലും വലയിട്ട് സ്പൈഡർമാൻ ട്രെയിൻ പിടിച്ചു നിർത്തിയാണൊക്കെ പറ്റാത്തോണ്ട് എന്റെ ബോഗ് വേർപ്പെടുത്തി പാസഞ്ചേഴ്സിനെ എല്ലാരും രക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ഋതിക് റോഷൻ തന്നെ വെറുതെ വിടുകയും ചെയ്യും. അവിടുന്ന് സാഹസികമായി രക്ഷപ്പെട്ട കബീറിന് അടുത്ത ടാർഗറ്റിനെ കൊടുക്കുകയാണ്. ദേണ്ട ഈ ഫോട്ടോയിൽ കാണുന്ന അണ്ണൻ. അത് കഴിഞ്ഞതും അടുത്ത സീനിൽ തന്നെ ലൊക്കേഷൻ ചേഞ്ച് ആയി. ഇത് വേറൊരു രാജ്യത്താണ്. ഇത് ഏത് രാജ്യം എന്ന് വെച്ചാൽ ഇത് ഗ്രീസ് ഇറ്റലി എവിടെയെങ്കിലും ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ അവിടെ പോകണം. അവിടെ നമ്മുടെ റോഷനും എന്റെ മുഖാമുഖം കണ്ടിരുന്നിട്ട് പറയും ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന നമ്മൾ അങ്ങ് സൗത്ത് നിന്ന് നോർത്ത് നിന്ന് മണ്ണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു ഡാൻസ് കളിക്കാതെ എങ്ങനെയാണ് പോവുക? ഏത് പാട്ട് മാറിപ്പോടാ. അതാണ് ഇപ്പൊ കറക്റ്റായി. ശേഷം ഇത്ര നേരം തറയിൽ കിടന്ന അടികൂടിയില്ലേ, ഇനി കുറച്ച് വായുവിൽ നിന്നൊരു ഫൈറ്റ് ആക്കാന്ന് കരുതി. എടാ അത് സ്റ്റെൽത്ത് ബോംബറല്ലടാ മുകളിൽ കൂടെ പോണ. കാര്യത്തിലോട്ട് വരാം. ഋതിക് റോഷനും നമ്മുടെ എൻഡിആറും കൂടി കിടന്നേ പറക്കുന്ന ഫ്ലൈറ്റിൽ വള്ളിയിൽ കെട്ടി തൂങ്ങിയ അടി കൂടിയാണ് ഗൈസ്. ഇവിടെയാണ് സിനിമയുടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ഇത്രയും സമയം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ എൻഡിആർ ആണ് ശരിക്കും ഈ സിനിമയിലെ വില്ലൻ. അതെ ഗൈസ്, ആ ലേസർ ഇട്ട് വന്ന അണ്ണന്മാരില്ലേ, അവരുടെ കൂട്ടത്തിലുള്ള മെയിൻ ആളാണ് നമ്മുടെ എൻഡിആർ. ശരിക്കും ഇവർ രണ്ടുപേരും ആരാണെന്ന് അറിയാമോ? ഇവർ റോഡുക്കത്തെ ചങ്ങാതിമാരായിരുന്നു കുഞ്ഞിലെ. പുള്ളി ആ ഫ്ലൈറ്റിന്റെ ഡോറിൽ നിക്കണ നോക്കിയാണ്. ബസ് കൂലിക്ക് പൈസ ഇല്ലാത്തോണ്ട് ടിക്കറ്റ് എടുക്കാതെ ഫുട്ബോളിൽ കള്ളവണ്ടി കയറി നിൽക്കൂലേ ബസ്സിൽ. അടുത്ത സ്റ്റോപ്പിൽ പെട്ടെന്ന് ഇറങ്ങി പോകാൻ അതേ ലാഘവത്തോടെ അല്ലേ മണിക്കൂറിൽ 1000 കിലോമീറ്ററിൽ പറന്നു പോണ ഫ്ലൈറ്റിന്റെ ഡോർ കയറി അങ്ങനെ നിക്കണം. എടാ എവറി ആക്ഷൻ ഹാസ് എ ഓപ്പോസിറ്റ് ആൻഡ് ടെറിബിൾ റിയാക്ഷൻ എന്ന് പഠിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് എന്താ നീ അനങ്ങാത്ത? ഇതാണ് അവരുടെ കുട്ടിക്കാലം. നമ്മുടെ ഋതിക് റോഷൻ ഒരു മൊണ്ണയായിരുന്നു ആ സമയത്ത്. എൻഡിആർ ഒരു കില്ലാടി. ഇവർ രണ്ടുപേരും ഭയങ്കര ചങ്ങാതിമാരായിട്ട് വളരുകയാണ്. രണ്ട് അനാഥരും ഗുണ്ടകളല്ലാത്തതുമായ രണ്ട് കുട്ടികളാണ് ഇവർ. ഒരു ദിവസം ഒരു കടയിൽ മോഷണം നടത്തുന്നതിടെ ഇവരെ പോലീസ് പിടിക്കുകയാണ്. എന്നിട്ട് ജുവനൈൽ ഹോമിൽ കൊണ്ടുപോയി അടയ്ക്കും. അപ്പോഴാണ് അവിടെ ജുവനൈൽ ഹോമിലെ കഴിവുള്ള പിള്ളേരെ പട്ടാളത്തിൽ ചേർക്കാനായിട്ട് നമ്മുടെ നേരത്തെ ചത്തുപോയ അണ്ണം വരുന്നത്. എല്ലാ ടെസ്റ്റുകളിലും 1ാം നമ്പർ വാങ്ങിച്ച് പാസ്സായിട്ടും നമ്മുടെ എംഡിആറിനെ പട്ടാളത്തിലേക്ക് സെലക്ട് ചെയ്തില്ല. കാരണം അവന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്ന്. പക്ഷെങ്കിൽ നമ്മുടെ ഋതിക് റോഷനെ സെലക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അല്ല അതെന്തായാലും കൊള്ളാടായി. എല്ലാത്തിലും ജയിച്ചാലും സ്വഭാവം ശരിയില്ലെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റിയത് എന്തായാലും നന്നായി. ജന്മനെ തന്നെ ഒടുക്കത്തെ മൂഡ് സിങ്സ് ഉള്ള പയ്യനാണ് നമ്മുടെ എൻഡിആർ. അതുകൊണ്ട് തന്നെ ഈ വിഷയം കാരണം അവര് തമ്മിൽ തെറ്റും. എൻഡിആർ പറയും എന്നെ എടുക്കാത്തോണ്ട് നീയും പോണ്ട, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് ജയിലടി പോവാന്ന് പറയും. അപ്പൊ കബീർ പറയും പറ്റൂല, എനിക്ക് വലിയ സ്പൈയൊക്കെ അവളയാണ്. എന്നാലേ യാശരാജ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് SRKയുടെയും ബായ്ജാന്റിയുടെയും ഒക്കെ കൊളാബടിച്ച് പടം ചെയ്യാൻ പറ്റുള്ളൂ. അത് കേട്ടത് എൻഡിആർ പറയും നീ എന്റെ കൂട്ടുകാരല്ല, യുവർ മൈ എനിമി എന്ന് പറഞ്ഞ് അവ അങ്ങ് പോകും. തൊട്ടപ്പുറത്തെ സീനിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ആ വലിയ കില്ലാടി ഡോണില്ല, അവനെ നമ്മുടെ ഗ്രീക്ക് ഗോഡ് പിടിച്ച് കെട്ടിയിട്ടൊക്കെയാണ് വായിൽ പ്ലാസ്റ്റിക് ഒട്ടിച്ച്. വളരെ സിമ്പിളായി ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സംഭവം ഈ മിഷന് വേണ്ടി, അതായത് ഈ കിടിലങ്ങളെല്ലാം കണ്ടുപിടിച്ച് തീർക്കാനായിട്ട് നമ്മുടെ കബീർ ഇത്ര നാൾ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പണിക്ക് നമ്മുടെ കബീർ ഇറങ്ങുന്നത്. അയാൾ
അയാളെ തന്നെ അവസാനം കൊല്ലേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ കിയാര അദ്വാനിയുടെ അടുത്ത് കബീർ പറഞ്ഞ് അവളെയും മനസ്സിലാക്കിക്കും. പക്ഷേ ഇവരുടെയൊക്കെ ഗ്യാങ് ലീഡർ നമ്മുടെ NTR ആണെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ത്യൻ റോയുടെ ഏജന്റ് ആയിരുന്നു നമ്മുടെ ഈ കബീർ. അവർ റോയെ പറ്റിച്ച് അവരെയൊക്കെ ആന്റി നാഷണൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ രാജ്യം വിടുന്നു. എന്നിട്ട് തോന്നുമ്പോൾ രാജ്യത്തിനകത്ത് വരുന്നു. NTR ആണെങ്കിൽ റോയ്ക്ക് അകത്ത് ഒരു വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവനാണെങ്കിൽ ആന്റി നാഷണൽ പരിപാടി കാണിക്കുന്നു. അല്ലെ എനിക്ക് അറിയാൻ മേത്ത് ചോദിക്കുകയാണ്, ഈ റോയൊക്കെ ഇത്രയ്ക്ക് നിസ്സാര കാര്യമാണ്? അവിടെ ഇരിക്കണമാർക്കൊന്നും ബുദ്ധിയില്ലേടേ. എടാ ലോകത്തന്നെ ഏറ്റവും വലിയ പവർഫുൾ ഏജൻസികളിൽ ഓർമ്മയാണ് റോയൊക്കെ. അതിനകത്തൊക്കെ ഇത്ര ഈസി ആയിട്ട് നുഴഞ്ഞേറാനും ഇറങ്ങി പോകാനൊക്കെ പറ്റുമെങ്കിൽ പിന്നെ അതൊക്കെ എന്തിന്? എന്തായാലും പിടിച്ചു വെച്ച വില്ലനെ NTR വന്ന് രക്ഷിച്ച് അവിടെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി തർക്കോത്തരം പറഞ്ഞ് ആ വില്ലനെ NTRനെ വെട്ടിവെച്ചങ്ങ് കൊല്ലും. ഈ ഗ്യാപ്പിൽ അവിടെ കിടന്ന ഒരു ബോട്ട് എടുത്ത് ചാടി കബീർ രക്ഷപ്പെടും. NTR വിടൂല, പുറകെ പോകും. പിന്നെ ഇവിടെ മാനം മര്യാദ ഉള്ളവർക്ക് ഈ ബോട്ട് ഫൈറ്റ് കണ്ട ഓർഗാസം വന്നു. അമ്മാതിരി ഫൈറ്റ് ആണടേ. NTR കടലിൽ നിന്ന് നേരെ ബോട്ടെ കൊണ്ട് റോക്കറ്റ് പോലെ തീയും കത്തിച്ചിട്ടേ F1 റേസ് നടക്കുന്ന ട്രാക്കിൽ കൂടെ ബോട്ട് ഓടിക്കണ്. അതും വെറുതെ ഡ്രിഫ്റ്റ് വരെ ചെയ്തു പോണ്. ഈ പടത്തിൽ മുഴുവൻ അമാനുഷികമായ കാര്യങ്ങളാണ് ഗൈസ്. ഇനി പോകാൻ രാജ്യമൊന്നുമില്ല. ഇതാണെങ്കിൽ അങ്ങ് ദുബായിലാണ് നടക്കണത്. യോമാർ രണ്ട് ഇന്ന് കൊച്ചിയിലാണെങ്കിൽ നാളെ കോത്തടത്ത്, മറ്റന്നാ നെയ്റോബിയിലാണെങ്കിൽ അതിന്റെ പിറ്റേന്ന് നെയ്യാറ്റിൻകര. അവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞ അവശനായ നായകൻ കിയാര അദ്വാനിക്ക് ഒരു ഫ്ലൂറസെന്റ് കളർ ബിക്കിനി വാങ്ങിച്ചു കൊടുത്ത് ഞാനൊരു ഒറ്റ സെക്കൻഡ് ഒന്ന് മൗനം പാലിച്ചോട്ടെ. കഴിഞ്ഞ് നായകനും നായികയും കൂടെ ഒരു സ്ഥലത്ത് ട്രാപ്പ് ആകുമ്പോ എല്ലാവരോടെ ചേർന്ന് വെടിവെക്കുമ്പോ അവിടെ ഒരാള് ക്യാമിയോയിൽ വരും. അത് മറ്റാരുമല്ല ഗൈസ്, ആ വലിയ പാറ്റന്റ് അങ്ങോട്ട് വരുന്നത് നമ്മുടെ അനിൽ കപൂർ ആണ്. അതെന്താടാ ഈ സ്പൈ യൂണിസിൽ ബൈജാൻ SRK ആരെങ്കിലും ഒരാളെ കൊണ്ടുവരാത്ത? അതെന്ത് ഋതിക് റോഷന്റെ പടമായിട്ട് അവന്മാര് വരൂലേ? അറ്റ്ലീസ്റ്റ് ദിലേഷ് പോത്തനെങ്കിലും കൊണ്ടുവന്നുണ്ടായിരുന്ന. ഇങ്ങരുതെന്തിന്? ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ മെയിൻ ടാർഗറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അവരെ കൊല്ലാട്ട് ഒരു ടീമിനെ അങ്ങ് വിട്ടുകൊടുക്കുമേ. അതേസമയം ജൂനിയറിന്റെ ഡർക്കിയൊക്കെ ജീത്തെന്നും പറഞ്ഞ ഒരു ഇഗ്ലൂവിനകത്ത് കയറിയിരിക്കും. പിന്നെ അവിടെ നായകനും വില്ലനും തമ്മിലുള്ള കൊടൂര ഘോര ഫൈറ്റ് ആണ്. ഫൈറ്റ് ചെയ്ത് ഓമാര് കിസടിക്കോ? ഋത്തിക്ക നീ എന്താ ഇങ്ങനെ നോക്കണ? ഫൈറ്റിനൊടുവിൽ കുത്തുകൊണ്ട് ചാവാൻ തന്നെ NTR ഒരു കൂറ സെന്റി മേടിച്ച് ഋത്തിക് റോഷന്റെ കൂടെ ഒക്കെ ഫൈറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എങ്ങനെ മരിക്കണം? അത് ശരിയായ ഒരു കാര്യം അല്ലേ? തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇത്രയും വലിയ നടല്ലേ ഞാൻ? എന്നെ അങ്ങനെ കൊല്ലാനൊന്നും പറ്റൂലേട്ടാ. ലോകത്തിന്റെ മുന്നിൽ ചത്തൊന്നും വരുത്തി കുത്തുകൊണ്ട് ബോധം പോയ NTRനെ തോളിട്ട് തൂക്കി ഋതിക് റോഷൻ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ലോകം മൊത്തം കറങ്ങി വില്ലന്മാരായ ഗ്യാങ് മെമ്പേഴ്സിനെ എല്ലാരും തീർക്കും. അങ്ങനെ വില്ലനായിരുന്ന ജൂനിയർ NTR നല്ലവനായി മാനസാന്തരപ്പെട്ട് യാഷ്രാജിന്റെ സ്പൈ യൂണിവേഴ്സിലേക്ക് എൻട്രി ആവുകയാണ് ഗൈസ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഹാർലി ഡേവിഡ്സണിൽ കയറി രണ്ട് വഴിക്ക് പിരിയുകയാണ്. പോണ വഴിക്ക് അവരൊരു ഫാമിലി മാനെയും കണ്ടുവിട്ടു. അത് മറ്റാരുമല്ല, വിൻ ഡീസൽ. അല്ല, ഈ യൂണിവേഴ്സിൽ അങ്ങേരും വരുമെന്നൊക്കെയാണ് കേട്ട. ഇതൊരു ഫാമിലി കഥയായി മാറുകയാണല്ലോ ഇനി അങ്ങോട്ട്. ചലോ ബസ് ഗൈസ്, അങ്ങനെ ഡർക്കയാകിയ ജീത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പടം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തേക്ക് ഇത് മതി ഗൈസ്, എനിക്കിനി വയ്യ. അപ്പോ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.